ഇവിടെ ഡേവിഡ് എന്ന സൈക്കോ അവന്റെ ഭാര്യയെയും മകനെയും 7 വർഷമായി ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. ആ മുറി മാത്രമാണ് അവരുടെ ലോകം. ടോയ്ലറ്റും കുളിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ആ മുറിയിൽ തന്നെ. ഈ പയ്യൻ ജനിച്ചതു മുതൽ പുറം ലോകം കണ്ടിട്ടില്ല. അവിടെയുള്ള TV മാത്രമാണ് അവന് പുറം ലോകവുമായുള്ള ബന്ധം. അങ്ങനെയിരിക്കെ ആ അമ്മ ഡേവിഡിന്റെ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഡേവിഡ് വരുന്നതിനു മുമ്പ് ആ പയ്യന്റെ ദേഹം മുഴുവൻ നല്ല ചൂടുവെള്ളത്തിൽ ഒപ്പിയെടുത്ത് ശരീരം ചൂടാക്കുന്നു. അങ്ങനെ ഡേവിഡ് എത്തിയ ഉടനെ കുഞ്ഞിന് പനിയാണെന്നും വേഗം ആശുപത്രിയിൽ പോകണമെന്നും പറയുന്നു. പക്ഷേ ഡേവിഡ് വന്ന് ചെക്കനെ തൊട്ടുനോക്കി ഞാൻ ഗുളിക വാങ്ങി വരാമെന്ന് പറഞ്ഞ് വാതിലുമടച്ചു പോകുന്നു. അയാൾ തിരിച്ചു വരും മുമ്പ് അമ്മ മോനോട് നീ മരിച്ചതുപോലെ അഭിനയിക്കണമെന്നും പറഞ്ഞ് ഒരു പായക്കുള്ളിലാക്കി ചുരുട്ടിവെക്കുന്നു. ഡേവിഡ് വന്നയുടനെ പനി കൂടി മോൻ മരിച്ചുപോയെന്നും പറഞ്ഞ് അമ്മ കരയുന്നു. ഡേവിഡ് അവന്റെ അടുത്തേക്ക് ചെന്നതും അവൾ അലറിക്കരഞ്ഞ് അവനെ തൊടാൻ വിടാതെ അയാളെ തട്ടിമാറ്റുന്നു. അങ്ങനെ ആ പയ്യനെ കുഴിച്ചു മൂടുന്നതിനായി ഡേവിഡ് വണ്ടിയിൽ അവനെയും എടുത്ത് പോകുന്ന സമയത്ത് ചെക്കൻ കാറിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ കണ്ണാടിയിലൂടെ സംഗതി മനസ്സിലാക്കിയ ഡേവിഡ് അവന്റെ പിന്നാലെ ചെന്ന് അവനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ട ഒരു അയൽക്കാരന് സംശയം തോന്നി പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ പോലീസ് എത്തി അമ്മയെയും മകനെയും മോചിപ്പിച്ച് ഡേവിഡിനെ അറസ്റ്റ് ചെയ്യുന്നു.